സംഘപരിവാർ ഒരു നൂറ്റാണ്ടോളം കാലമായി നടപ്പാക്കി വരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണമായിരുന്നു അയോധ്യ. ബാബറി മസ്ജിദ് ഇതിനടുത്ത് സുപ്രീം കോടതിയുടെ വിധിയുടെ സഹായത്തിൽ ഉയർന്ന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതോടെ സംഘപരിവാർ അതിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു നാഴികക്കല്ല് പൂർത്തീകരിക്കുകയാണ്. അയോധ്യയെ ഇന്ത്യയുടെ ഹൈന്ദവികതയുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഇനി നടപ്പാക്കാനുള്ള ലക്ഷ്യം. എല്ലാ പാതകളും അയോധ്യയിലേക്ക് നീളണമെന്നാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ആഗ്രഹിക്കുന്നത്. ജനുവരി 22-ന് രാമക്ഷേത്ര പ്രതിഷ്ഠ നിശ്ചയിച്ചതോടെ കണ്ണുകളെല്ലാം ഇപ്പോൾ അയോധ്യയിലേക്ക് നീണ്ടിരിക്കുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം ഇപ്പോൾ. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ചുമതലയും. ഇപ്പോഴിതാ അയോധ്യയിലെ രാംലല്ലെ അഭിഷേകം ചെയ്യാൻ 155 രാജ്യങ്ങളിലെ നദികളിൽ നിന്നുള്ള ജലം എത്തിച്ചിരിക്കുകയാണ്. BJP MLA വിജയ് ജോളിയുടെ നേതൃത്വത്തിലാണ് 155 രാജ്യങ്ങളിൽ നിന്നുള്ള നദീജലം അയോധ്യയിൽ എത്തിച്ചത്. മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജന്മസ്ഥലമായ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ജലവും അയോധ്യയിൽ എത്തിച്ചു. ചൈന, ലാവോസ്, ലാത്വിയ, മ്യാൻമർ, മംഗോളിയ, സൈബീരിയ, ദക്ഷിണ കൊറിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ നിന്നടക്കമാണ് നദീജലം സംഭരിച്ചത്. സൗദി അറേബ്യയിൽ നിന്ന് ഹിന്ദുക്കളും ഇറാനിൽ നിന്നും മുസ്ലിം സ്ത്രീകളും വെള്ളം അയച്ചു. കസാഖിസ്ഥാനിൽ നിന്നും വെള്ളം എത്തിക്കുകയും ചെയ്തു. സിഖ് സഹോദരങ്ങളുടെ സഹായത്തോടെ കെനിയയിൽ നിന്നും സിന്ധികൾ വഴി പാകിസ്ഥാനിൽ നിന്നും വെള്ളം ശേഖരിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അടുത്ത അംഗമായ ദിനേശ് ചാന്ദ്രക് വെള്ളം നിറച്ച വലിയ കലശം കൈമാറിയിരുന്നു. പ്രാണപ്രതിഷ്ഠാ സമയത്ത് ജലാഭിഷേകത്തിന് ഈ ജലം ഉപയോഗിക്കും. വെള്ളം ശേഖരിക്കാനുള്ള ശ്രമത്തോട് അതിർത്തി മതഭേദ്യമന്യേ എല്ലാവരും സഹകരിച്ചെന്നാണ് വിജയ് ജോളി വ്യക്തമാക്കുകയും ചെയ്തത്. അതേപോലെ തന്നെ ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുകയാണ്. പരമ്പരാഗത നാഗർ ശൈലിയിലാണ് ക്ഷേത്ര മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. 380 അടിയാണ് കിഴക്ക് പടിഞ്ഞാറൻ ദിശയിൽ ക്ഷേത്രത്തിന്റെ നീളം. 161 അടി ഉയരവും 350 അടി വീതിയുമാണ് ക്ഷേത്രത്തിന് ഉള്ളത്. ക്ഷേത്രത്തിന് 3 നിലകളാണ് ഉള്ളത്. ഓരോ നിലയ്ക്കും 20 അടി ഉയരമുണ്ട്. 392 തൂണുകളും 44 വാതിലുകളാണ് ഉള്ളത്. പ്രധാന ശ്രീകോവിലിന്റെ ഭഗവാൻ ശ്രീരാമന്റെ ബാല്യരൂപം ശ്രീരാം ലല്ലയുടെ വിഗ്രഹവും 1-ാം നിലയിൽ ശ്രീരാം ദർബാറുമുണ്ട്. മൈസൂരുകാരനായ ശില്പി അരുൺ യോഗിരാജ് കൊത്തിയെടുത്ത ബാലനായ ശ്രീരാമന്റെ വിഗ്രഹമാണ് അയോധ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. 732 മീറ്റർ നീളവും 14 അടി വീതിയുമുള്ള ദീർഘചതുശ്രാകൃതിയിലുള്ള മതിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമായി നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രവളപ്പിന്റെ 4 മൂലകളിലും 4 ക്ഷേത്രങ്ങളുണ്ട്. സൂര്യദേവൻ, ഭഗവതി, ഗണപതി, ശിവൻ എന്നിവരെയാണ് ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗം അന്നപൂർണേശ്വരി ദേവിയുടെ ക്ഷേത്രവും തെക്ക് ഭാഗത്ത് ഹനുമാൻ ക്ഷേത്രവുമാണ് ഉള്ളത്. പുരാതന കാലത്തുള്ള ചരിത്രപ്രസിദ്ധമായ കിണറും സീതാകൂപ്പ് ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ അടിത്തറ 14 മീറ്റർ കനമുള്ള റോളർ കോമ്പാക്ട് കോൺക്രീറ്റ് പാളി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൃത്രിമ പാറയുടെ രൂപം നൽകുന്നു. ക്ഷേത്ര സമുച്ചയത്തിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ്, ജലശുദ്ധീകരണ പ്ലാന്റ്, അഗ്നിസുരക്ഷ, ജലവിതരണം, വൈദ്യുത നിലയം എന്നിവയെല്ലാം ഉണ്ട്. 25,000 തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന പിൽഗ്രിം ഫെസിലിറ്റി സെന്ററും ക്ഷേത്രത്തോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ ചികിത്സ, ലോക്കൽ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1,00,000 പേർ അയോധ്യയിൽ എത്തുമെന്നാണ് കരുതുന്നത്. രാജ്യത്തിന് അകത്തു നിന്നും പുറത്തുനിന്നുമായി 7,000 അതിഥികളെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാത്രമാകും അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക എന്നത് മറ്റൊരു കാര്യം. ആചാരപ്രകാരം ഹനുമാൻ സ്വാമിയുടെ അനുമതി തേടിയ ശേഷം മോദി പ്രാണപ്രതിഷ്ഠ നടത്താൻ എത്തുക. ഹനുമാൻ സ്വാമിയുടെ അനുവാദമില്ലാതെ മംഗളകരമായ ഒരു പ്രവൃത്തിയും അയോധ്യയിൽ നടക്കില്ല എന്നാണ് പുരോഹിതർ പറയുന്നത്. ഈ വിശ്വാസത്തെ തുടർന്ന് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ആദ്യം എത്തും. അവിടെ നിന്നാണ് രാമക്ഷേത്രത്തിലേക്ക് എത്തുക. ജനുവരി 16 മുതൽ പ്രാണപ്രതിഷ്ഠ മഹോത്സവത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. ആദ്യം ഷോഡശോപചാര പൂജ നടത്തും. ഇത് ഏകദേശം 20 മിനിറ്റ് നീണ്ടു നിൽക്കും. ഷോഡശോപചാര പൂജയും മഹാപൂജയും ഉൾപ്പെടെ ശ്രീകോവിലാകെ 40 മിനിറ്റാണ് പൂജാസമയം. പൂജാസമയത്ത് 11 പേർ സന്നിധാനത്ത് സന്നിഹിതരാവും. ആചാര്യ ലക്ഷ്മികാന്ത്, ഗണേശ ദ്രാവിഡ് എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും ആരാധന നടക്കുക. അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യും. രാംലല്ല പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-നാണ് മോദി ഉപവാസം അനുഷ്ഠിക്കുന്നത്. പ്രധാനമന്ത്രി സ്വന്തമായാണ് ഉപവാസം അനുഷ്ഠിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ശിലാസ്ഥാപനത്തോടനുബന്ധിച്ചും പ്രധാനമന്ത്രി ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. അതേസമയം ജനുവരി 22-ന് നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യമൊത്തവും. ജനുവരി 22 ഉച്ചയ്ക്ക് 12:20-നാണ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. അന്നേ ദിവസം രാജ്യത്തെ എല്ലാ വീടുകളിലും ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് ട്രെയിൻ വിമാനം ഗതാഗതം ഇതിനോടകം തന്നെ സജീവം ആക്കുകയും ചെയ്തു. പല നഗരങ്ങളിൽ നിന്നും ബസ് സർവീസുകളും അയോധ്യയിലേക്കുണ്ട്. പ്രധാന ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് റെയിൽ കണക്ടിവിറ്റിയും ലഭ്യമാണ്. അയോധ്യ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് രാമക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർ ഇറങ്ങേണ്ടത്. ലക്നൌ, ഡൽഹി, അലഹാബാദ്, വാരണാസി, ഖൊറഗ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് നേരിട്ട് ട്രെയിൻ സർവീസുമുണ്ട്. ദൂരദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കണക്ടിംഗ് ട്രെയിനുകളും ലഭ്യമാണ്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിൻ സർവീസുകളും രാജ്യ തലസ്ഥാനത്ത് നിന്ന് അയോധ്യയിലേക്കുണ്ട്. രാമക്ഷേത്രത്തിനൊപ്പം തന്നെ അയോധ്യയിൽ വന്ന വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് വിമാനത്താവളം. മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം അയോധ്യ ധാം എന്ന പേരിലാണ് വിമാനത്താവളം ഇപ്പോൾ അറിയപ്പെടുന്നത്. അയോധ്യ നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് പുതിയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് കണക്ഷൻ വിമാന സർവീസും എയർ ഇന്ത്യ നടത്തുകയും ചെയ്യുന്നുണ്ട്. കൊച്ചി, ഡൽഹി, അയോധ്യ റൂട്ടിലാണ് വിമാന സർവീസ് ഉള്ളത്. എന്തായാലും ജനുവരി 22-ന് അയോധ്യ ഒരുങ്ങുന്നതായി, അയോധ്യ രാമക്ഷേത്രം തുറക്കുന്നതായി ഓരോ ഹിന്ദുക്കളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.